നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് നമ്മൾ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ഡ്രില്ല് ഹോൾ ചെയ്യണം. അപ്പം നമുക്കിവിടെ ഇൻഡെക്സിങ് ഹെഡിന്റെ പ്ലേറ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓൾറെഡി ഈ പ്ലേറ്റിൽ നിങ്ങൾക്ക് കാണാം കുറേയധികം ഹോൾസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ ഒരു 123 ഹോൾ നമുക്ക് ചെയ്യണം. 3.5 mm ഡയമീറ്റർ ഉള്ള ഒരു ഹോൾ നമുക്ക് ചെയ്യണം. ഇതിന്റെ ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു ഡിവൈഡ് ചെയ്യേണ്ട വർക്കിൽ 123 ഹോളുകൾ വേണം. ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഉള്ളതിനകത്ത് ഇതിന്റെ രണ്ടിന്റെയും സെന്റർ ആയിട്ട് നമുക്കൊരു 175 mm ഡയമീറ്ററിൽ അല്ലെങ്കിൽ PCD വേണം 123 ഹോൾ അടിക്കാനായിട്ട്. അപ്പൊ ഇതിന്റെ പ്രോഗ്രാമിങ്ങും മാനുവൽ ആയിട്ടുള്ള പ്രോഗ്രാമിങ്ങും ക്യാം പ്രോഗ്രാമിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ വർക്ക് സെറ്റ് ചെയ്ത് ഓടിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പം വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് നോക്കാം, പോളാർ കോർഡിനേറ്റ് കമാൻഡ് യൂസ് ചെയ്തുകൊണ്ട്, അതായത് G16 എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ പോളാർ കോർഡിനേറ്റ് ഡ്രില്ല് മാനുവലായിട്ട് പ്രോഗ്രാം ഉണ്ടാക്കി ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു വർക്ക് പീസ് വരച്ചിട്ടുണ്ട്, ഇവിടെ ഒരു സ്ക്വയർ പീസ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ സ്ക്വയർ പീസിനുള്ളിൽ നിങ്ങൾ കാണുന്ന ഈ ഒരു ഡയമീറ്റർ ആണ് നമുക്ക് ഡ്രില്ല് ചെയ്യേണ്ടത്, ഹോൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കിപ്പം ഞാൻ 8 ഹോളുകളാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് ശരിക്കും 123 ഹോളുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് അനുസരിച്ച് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തത് 8 ഹോളുകളാണെന്ന് മാത്രം. പക്ഷേ ഡയമീറ്ററും കാര്യങ്ങളൊക്കെ സെയിം ആണ്. PCD എന്ന് പറയുന്നത് 175 ആണ്. 175ൽ നമുക്ക് ചെയ്യണം. അപ്പം ഞാനിവിടെ ഒരു സെൻറ്ററിൽ നിന്നും X0 Y0 എന്ന് പറയുന്ന സെൻറ്ററിൽ നിന്നും ഇവിടം വരെയുള്ള റേഡിയസ് വാല്യൂ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് 87.5. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോഗ്രാം എഴുതാൻ വേണ്ടി വേണ്ടത്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഫനുക്കിൽ സ്റ്റാർട്ടിംഗ് പ്രോഗ്രാം ഉണ്ട്, അതുപോലെ എൻഡിങ് പ്രോഗ്രാം ഉണ്ട്. ഈ രണ്ടിൻ്റെയും ബിറ്റ്വീനിൽ വേണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡ്രില്ലിങ്ങിൻ്റെ അല്ലെങ്കിൽ പോളാർ കോർഡിനേറ്റിൻ്റെ സൈക്കിൾ നമ്മൾ കൊടുക്കുന്നത്. സോ ആദ്യം നമുക്ക് നോക്കാം പോളാർ കോർഡിനേറ്റ് കമാൻഡിൻ്റെ പാരാമീറ്റർ എന്തൊക്കെയാണ്. പോളാർ കോർഡിനേറ്റ് കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് വരുന്ന പാരാമീറ്ററിന് K എന്ന് പറയുന്ന ഒരു ലെറ്റർ കൊടുക്കണം. അതുപോലെ തന്നെ Y എന്ന് പറയുന്ന പാരാമീറ്ററും വരും. K എന്ന് പറയുന്ന നമ്പർ ഓഫ് റിമൈനിങ് ഹോൾസ്, Y എന്ന് പറയുന്നത് അതിൻ്റെ ആംഗിളാണ്. നിങ്ങൾക്കറിയാം, നമ്മളിവിടെ ഒരു ഹോൾ ചെയ്തതിന് ശേഷം അടുത്ത ഹോളിലേക്ക് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ആംഗിൾ വരും. അപ്പോൾ ഈ ആംഗിൾ ഡിഗ്രി എത്രയാണോ അത് നമ്മൾ കൊടുക്കണം. അങ്ങനെയാണിത് ഇൻക്രിമെൻ്റലായിരിക്കും ഓരോ ഹോള് ആ ചെയ്ത പൊസിഷനിൽ നിന്ന് ഓരോ എത്ര ഡിഗ്രിയാണ് കൊടുക്കുക. ഇപ്പോൾ 45 ഡിഗ്രി ആണെങ്കിൽ ആ പോയിന്റിൽ നിന്ന് 45 വെച്ചിട്ട് നമ്മൾ പറയുന്ന ഹോളുകൾ അടിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു ഡ്രില്ലിംഗ് സൈക്കിൾ തന്നെയാണ്. ഡ്രില്ലിംഗ് സൈക്കിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിച്ച് ഡ്രില്ല് ചെയ്യുന്നത്. സോ ഇവിടെ ഇപ്പം ഞാൻ 81 സൈക്കിളും 83 സൈക്കിളിൻ്റെയും പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. കൂടെ നമ്മളുടെ പോളാർ കോർഡിനേറ്റിൻ്റെ പ്രോഗ്രാമും ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ എങ്ങനെയാണ് K വാല്യൂ എന്ന് പറയുന്നത് കൊടുക്കുന്നതെന്ന് നോക്കാം. K എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിമൈനിങ് ഹോൾസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഞാൻ ഈ പ്രോഗ്രാം എഴുതിയതിൽ N3 ബ്ലോക്കിൽ X വാല്യൂ Y വാല്യൂ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അത് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് ഈ സെൻറ്ററിൽ നിന്നും ഇവിടം വരെ വരുന്ന വാല്യൂ ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്, ആദ്യത്തെ ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ X വാല്യൂ എന്ന് പറയുന്നത് 87.5, Y വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ അത് ഫസ്റ്റ് പോയിന്റായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡ്രില്ലിങ് ചെയ്തിരിക്കുന്നവർക്കറിയാം, നമ്മൾ ആദ്യം കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു പൊസിഷൻ നമ്മൾ കാണിച്ചു കൊടുക്കണം. ആ പോയിന്റിൽ ആദ്യത്തെ ഡ്രിൽ അടിക്കും. പോയിട്ട് ബാലൻസ് വരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സൈക്കിളിന് താഴെ കോർഡിനേറ്റ് ആയിട്ട് കൊടുക്കാറ് പതിവ്. ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു പോയിന്റ് മാത്രം കൊടുത്താൽ മതി. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓരോ പോയിന്റ്സ് അല്ലെ കോർഡിനേറ്റ് ഹോൾ പൊസിഷൻ നമ്മൾ കാണിച്ചു കൊടുക്കണ്ട. ഓട്ടോമാറ്റിക്കലി ആ പോയിന്റ് ഡിഗ്രി അനുസരിച്ചിട്ട് മെഷീൻ തനിയെ ഡ്രിൽ ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് പോയിന്റ് കൊടുത്തു. അപ്പോൾ നമ്പർ ഓഫ് റിമൈനിങ് ഹോൾസ് എന്ന് പറയുന്നത് 223 നിന്നും ഒരെണ്ണം നമ്മൾ പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ പോയിട്ട് 122 ആണ്. സോ ഇവിടെ നമ്മൾ അത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്രില്ലിംഗ് സൈക്കിളിലേക്ക് ഒന്ന് പോകാം. ഡ്രില്ലിംഗ് സൈക്കിൾ നമ്മൾ സെൻറ്റർ ഡ്രില്ല് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്ന് നോക്കിയാൽ G81, G99 ഇത് രണ്ടും നോർമൽ ഡ്രില്ലിംഗ് സൈക്കിളിൽ നമ്മൾ കൊടുക്കുന്നതാണ്. 99 പകരം 98 കൊടുക്കുന്ന കേസും വരാറുണ്ട്. സോ അത് ഞാനിപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. G16 എന്ന് പറയുന്നത് നമ്മൾ പോളാർ കോർഡിനേറ്റ് കമാൻഡാണ്. അപ്പോൾ ഡ്രില്ലിംഗ് സൈക്കിളിൻ്റെ കൂടെ നമ്മൾ ആകെ ആഡ് ചെയ്യുന്നത് 16 എന്ന് പറയുന്ന കമാൻഡ് ആയിരിക്കും. പിന്നെ നമുക്ക് ഇറങ്ങേണ്ട ടോട്ടൽ ഡെപ്ത്, ഇപ്പോൾ നമുക്കിവിടെ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഇത് -3.5 ആണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ചെറിയൊരു കറക്ഷൻ ഉണ്ട്. നമുക്കിവിടെ -1 mm കൊടുത്താൽ മതി. സെൻറ്റർ ഡ്രില്ലാണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്കിവിടെ -1 mm കൊടുത്താൽ മതി. Z -3.5 അല്ല, സെൻറ്റർ ഡ്രില്ലിന് ഒരു -1 കൊടുക്കുക. ദെൻ R2 F35, അതായത് ഫീഡ് റേറ്റ് നമ്മൾ 35 കൊടുത്തു. ഇനി കൊടുത്തിരിക്കുന്നത് ഇവിടെ G91 K122 Y എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് വൈയുടെ ഡിഗ്രി നമുക്ക് ഓൾറെഡി കിട്ടി. വൈ ഡിഗ്രി കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഒന്ന് പറഞ്ഞുതരാം. നമുക്ക് ടോട്ടൽ ഒരു സർക്കിളിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. 360 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹോൾസ്, നമുക്കിവിടെ 123 ഹോളാണ്. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്താണോ അതായിരിക്കും നമ്മളുടെ Y വാല്യൂ ആയിട്ട് നമ്മൾ കൊടുക്കണം കേട്ടോ. 360 ഡിവൈഡ് ബൈ 123, അതായത് 123 എന്ന് പറയുന്നത് ടോട്ടൽ
ഹോൾസിൻ്റെ എണ്ണമാണ് കേട്ടോ. റിമൈനിങ് ഹോൾസ് അല്ല, ടോട്ടൽ ഹോൾസ്. അതേപോലെ തന്നെ സെയിം രീതിയിലാണ് നമ്മൾ ഇതിലേക്ക് വരുമ്പോഴും ചെയ്യേണ്ടത്. 83 സൈക്കിൾ ചെയ്യുന്ന സമയത്തും ഇതേപോലെ സെൻറ്റർ ഡ്രിൽ ചെയ്തതിന് ശേഷം ഇവിടെ ക്യൂ എന്ന് പറയുന്ന ഒരു അഡീഷണൽ വാല്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ക്യൂ പെക്കിംഗ് എന്നുണ്ട്. നമ്മൾ സെൻറ്റർ ഡ്രിൽ കഴിഞ്ഞതിന് ശേഷം പെക്ക് ഡ്രിൽ ചെയ്യുന്ന സമയത്ത് മാത്രം ക്യൂ ആഡ് ചെയ്യുക. ക്യൂ എന്ന് പറയുന്നത് ഓരോ പ്രാവശ്യം ഇറങ്ങേണ്ട ഡെപ്തിൻ്റെ ഡിസ്റ്റൻസാണ് നമ്മൾ ക്യൂ ആയിട്ട് കൊടുക്കുന്നത്. ഈ 81 സൈക്കിളും 83 സൈക്കിളും നിങ്ങൾ നേരത്തെ ചെയ്തിട്ടോ അല്ലെങ്കിൽ അത് അറിയാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. പിന്നെ ഞാനിവിടെ ഇതിൻ്റെ പോളാർ കോർഡിനേറ്റ് ഡ്രില്ല് ചെയ്യേണ്ടതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ഒരു പ്രോഗ്രാമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് N1 നമ്മൾ ആക്ടിവേഷൻ ക്യാൻസലേഷൻ ടൂള് കോൾ ചെയ്യുന്നത്. ഫസ്റ്റ് ഹോൾ പൊസിഷൻ ചെയ്യുന്നത് N3 സ്പിൻഡിലിൻ്റെ RPM ഇക്സഡ് ഫസ്റ്റ് വന്ന് നിൽക്കേണ്ടത് 50 എമ്മത്തിലാണ്. അവിടെ നിന്ന് നേരെ R2 വാല്യൂയിൽ എത്തിയതിന് ശേഷം അവിടെ സെൻറ്റർ ഡ്രില്ലിങ് സ്റ്റാർട്ട് ചെയ്യും. ഞാനിവിടെ സെൻറ്റർ ഡ്രില്ലിൻ്റെ വാല്യൂ -3.5 ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്കത് കീപ്പ് ചെയ്യാവുന്നതാണ്. ഇനി അതിന് ശേഷം നമ്മൾ ഹോൾ ഇൻക്രിമെൻറ്റലിൽ നമുക്ക് 122 122 ഹോളുകൾ അടിക്കണം. Y ഡിഗ്രിയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ സൈക്കിൾ ക്യാൻസൽ ചെയ്യണം. അതിനുശേഷം പിന്നെ എൻഡിങ് പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ബാക്കി നമുക്ക് മെഷീനിൽ നോക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ഈ വർക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ നേരെ നമുക്ക് ബെഡിൽ സെറ്റ് ചെയ്യാം. ഇതിപ്പം ഇതിനകത്ത് അടിച്ചിരിക്കുന്ന ഹോളുകളെല്ലാം ത്രൂ ഔട്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ള ഹോളുകളുണ്ട്. ഞാനിവിടെ ഓപ്പൺ ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിന്റെ പകുതി വരെ നമുക്ക് ഒരു 3.5 mm ഡെപ്തിൽ ഡ്രിൽ ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വേണമെങ്കിൽ നമുക്ക് ബെഡിൽ വെറുതെ വെക്കാം. അതല്ല നമുക്കിത് വേണമെങ്കിൽ ഒന്ന് പൊക്കി വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം നമുക്കിത് ഞാനിത് ബെഡിൽ വെറുതെ വെച്ച് സെറ്റ് ചെയ്യാത്തതിന്റെ കാരണം ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു സ്റ്റെപ്പ് ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ഈ സ്റ്റെപ്പ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഇതിവിടെ വെച്ചിട്ട് ക്ലാമ്പ് സൈഡിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊരു ബെൻഡ് വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പൊ നമുക്ക് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാരലൽ ബ്ലോക്ക്, ഒരു 4 പാരലൽ ബ്ലോക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ, ഈ പാരലൽ ബ്ലോക്കിലാണ് ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് പീസ് ഇങ്ങനെയായിരിക്കും നിൽക്കാം. ഈ ഒരു രീതിയിൽ ഇവിടെ ബെഡ് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഈ വർക്കിന്റെ സെന്റർ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതിന്റെ നടുക്കത്തെ. എപ്പോഴും നമ്മളൊരു സർക്കുലർ രീതിയിൽ ഇതുപോലൊരു വർക്കാ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എപ്പോഴും ഓഫ്സെറ്റ് എടുക്കുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിന്റെ സെന്റർ എടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇവിടെ 4 സൈഡും ടച്ച് ചെയ്തിട്ട് നമ്മൾ എക്സും വൈയും ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ഷാഫ്റ്റിലോ മറ്റോ കയറി കിടന്നിട്ടോ ഓടേണ്ടതോ അല്ലെങ്കിൽ മൂവ് ചെയ്യേണ്ടതോ ആയിട്ടുള്ള ഒരു വർക്ക് പീസ് ആണെങ്കിൽ എപ്പോഴും നിങ്ങൾ സെന്ററിൽ മാത്രം ഓഫ്സെറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ ഓഫ്സെറ്റ് എടുക്കുന്നത് സെന്ററിലാണ്. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ ഈ 4 സൈഡിൽ നിന്ന് ഇങ്ങനെ, അല്ലെങ്കിൽ 2 സൈഡിൽ നിന്ന് പിടിപ്പിച്ചാലും മതി. 2 സൈഡിൽ നിന്ന് ഇങ്ങനെ ക്ലാമ്പ് കൊടുത്തിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടീ നെറ്റ് നമുക്ക് ഇതിനകത്തോടെ കയറ്റിയിട്ടിട്ട് ഇതിന്റെ സെന്ററിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇട്ട് വേണമെങ്കിൽ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബോൾട്ട് ഒരു ഇതിട്ട് നിങ്ങൾക്ക് ഇവിടെ ടൈറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ഡ്രിൽ ചെയ്യാൻ പറ്റും. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞാൽ നമ്മളിവിടെ സെന്ററിലാണ് ഓഫ്സെറ്റ് എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ സെന്റർ നോക്കുന്നില്ല. ജസ്റ്റ് ഈ 4 സൈഡിലും ഏതെങ്കിലും ഒരു 4 പോയിന്റ് അല്ലെങ്കിൽ 2 പോയിന്റ് ആയിട്ട് ഇവിടെ ക്ലാമ്പ് ചെയ്തിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ അതുകൊണ്ട് ഞാനിപ്പം ആ രീതിക്കാണ് ഓഫ്സെറ്റ് എടുക്കുന്നതും ക്ലാമ്പ് ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്ന 2 ടൂൾസ് ഇതാണ്. സെന്റർ ബിറ്റും ഡ്രിൽ ബിറ്റും ഇതാണ്. ഇത് 3.4-ൻ്റെതും ഇത് സെന്റർ ബിറ്റും ആണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നമ്മളിവിടെ ക്ലാമ്പുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഹോള് വരുന്നത് ഏകദേശം ഇതിനോട് അടുത്താണ്, അത് ക്ലാമ്പിനോട് അടുത്താണ് വരുന്നത്. അപ്പൊ നമ്മളുടെ ബിറ്റിന്റെ ഹെഡ് അല്ലെങ്കിൽ ഇതിന്റെ എന്താ പറയുക നട്ട്, ബിറ്റിന്റെ നട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഏരിയ നമ്മളുടെ ഇവിടെ ഡ്രിൽ ഇറങ്ങുന്ന സമയത്ത് ഏതിലെങ്കിലും ടച്ച് ചെയ്യുമോ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം. അപ്പൊ സെറ്റിങ്ങിന്റെ ടൈമിൽ അറിയേണ്ട സാധനമാണിത്. അപ്പൊ നമുക്ക് മിനിമം നമുക്ക് ഇവിടെയാണ് ഇതിന്റെ ഒരു ഹോൾ വരുന്നത്. അപ്പൊ ഇതിന്റെ ഹെഡ് ഇവിടെ മുട്ടുന്നുണ്ടോ എന്നൊന്ന് അറിയണം. ഏകദേശം ഇത് അപ്രോക്സിമേറ്റ് അടുത്താണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ ഹെഡ് ഇവിടെ പ്ലേസ് ചെയ്താൽ അത്ര സേഫ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാനിത് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് മാറ്റി ക്ലാമ്പ് ഈ ഒരു 2 പൊസിഷനിലേക്കായിട്ട് ഈ 2 ചേഞ്ച് ചെയ്യാൻ പോകണം. ഓക്കെ, ഇതുണ്ട്. ഇതിപ്പം അത്യാവശ്യം ഇവിടെ ഇറങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ മുട്ടാം. അപ്പം അത്രയും ക്രൂഷ്യലായിട്ട് നമ്മൾ നോക്കുന്നില്ല.
നമുക്കപ്പോൾ അത് മുട്ടാനുള്ള സാധ്യത ഉള്ളതായിട്ട് തോന്നുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് മാറ്റുവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാമ്പ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സൈഡിലേക്ക് മാറ്റി എനിക്ക് കുറെ കൂടെ ഇതിനെ ബാക്കിലേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റി. ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഇത്രയും ഗ്യാപ്പ് നിങ്ങൾക്ക് കിട്ടും. ഒരു കാരണവശാലും ഇതിൽ തട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും സെറ്റിങ്ങിന്റെ സമയത്ത് നോക്കുക. എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് മനസ്സിലാക്കുന്നതെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ടൈം നഷ്ടമാണ്. അപ്പൊ ആദ്യത്തെ സെറ്റിങ്ങിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഇതിന്റെ ഓഫ്സെറ്റ് എടുക്കാം. ഞാൻ സെന്ററാണ് ഓഫ്സെറ്റ് എടുക്കുന്നത്. വർക്ക് ഒന്ന് ജസ്റ്റ് ടൈറ്റ് ചെയ്യുക, ഓഫ്സെറ്റ് എടുക്കുക കേട്ടോ. ഓക്കെ, ഹോളുകളെല്ലാം 123 ഹോളുകളും കൃത്യമായ രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇതിന്റെ ഗ്യാപ്പ്, ഒരു ഹോളുകൾ തമ്മിലുള്ള ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് 0.9 mm മാത്രമാണ് ഉള്ളത്. നമുക്ക് ഈ ഒരു ഡയമീറ്ററിൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. എന്തായാലും കറക്റ്റ് ആയിട്ട് നമുക്കത് പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്, നമ്മളുടെ പുതിയ ബാച്ചിലെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതായത് 2025 അഡ്മിഷനാണ്. സോ നിങ്ങൾ ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അതിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ചെയ്യാം.